യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യമാണ്. യേശുവിൻ്റെ ഗെത്സമനിലെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ധ്യാനിക്കുമ്പോൾ ഓർക്കുക, ദൈവഹിതത്തോടുള്ള യേശുവിൻ്റെ ആത്യന്തികമായ സമർപ്പണമാണ്. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ തന്നെ തീവ്രമായ മനുഷ്യവേദന ഉണ്ടായിട്ടും, പ്രിയമുള്ളവർ, പാപപരിഹാരത്തിന് പാനപാത്രം, ഇതാണ് പ്രത്യേകത. പാപപരിഹാരത്തെ പാനപാത്രം കർത്താവ് തിരഞ്ഞെടുത്തു. കഷ്ടപ്പാടിലും പ്രലോഭനങ്ങൾക്കും എതിരായ ആത്മീയ പോരാട്ടത്തിലും വീണ്ടെടുപ്പിനുമായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോടുള്ള ആത്യന്തികമായ അനുസരണമാണ് യേശുവിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പോൾ താൻ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ പാനപാത്രം കുടിക്കുക പിതാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് യേശു പറയാം. ഇത് യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുക. സ്വന്തം ആഗ്രഹത്തിന്മേലുള്ള ഇഷ്ടത്തിന്മേലുള്ള ഒരു സമർപ്പണമാണ്. ഇതാണ് നമ്മെന്ന് യേശു പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു സമർപ്പണം. നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കാൻ വേണ്ടിയല്ല വിളിക്കപ്പെട്ടത്. യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശു നമുക്ക് മാതൃകയായി പറയുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ ദൈവം നിശ്ചയമാണെങ്കിൽ അങ്ങനെ ഹിതം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. കഷ്ടപ്പാടുകൾ കടന്നു പോകുവാൻ സ്വാഭാവികമായിട്ടും നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ യേശു ഒടുവിൽ പിതാവിൻ്റെ പറഞ്ഞു, അതാ ഇഷ്ടം പിതാവിനോടുള്ള ആ സമർപ്പണത്തിൽ യേശു മാറ്റിവെച്ചു. അതാണ് പറയുന്നത്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പ്രിയമുള്ളവർ, സഹനത്തിൻ്റെ പാനപാത്രം, പാപത്തിനെതിരായ ദൈവത്തിൻ്റെ ആ ഒരു കോപത്തിൻ്റെ അവസ്ഥ, ആ അവസ്ഥ തമ്പുരാൻ പിതാവിന് വേണ്ടി സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വേദനയുടെ ആധിക്യം എന്ന് പറയുന്നത് രക്തം വിയർപ്പായി പോകുന്ന മാറുന്ന അവസ്ഥയല്ലേ. നമ്മുടെ ജീവിതത്തിലും അതുപോലെ എല്ലും മുറിയുന്ന, ചങ്ക് പറയുന്ന അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ഭാരമുള്ള വേദനയായിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുക, യേശുവിനെ പോലെ ദൈവഹിതത്തിൻ്റെ അവസ്ഥ നിറവേറ്റുവാൻ വേണ്ടി നമുക്കിത് പറയാൻ സാധിക്കണം. ദൈവഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഓർക്കുക പ്രിയമുള്ളവരെ, മാനുഷ്യമായ അവസ്ഥയിൽ ഭയം, ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എങ്കിൽ ദൈവിക ശക്തിയുടെ കൃപ നിറയുവാൻ ഈ ഒരവസ്ഥ തമ്പുരാൻ മാറ്റിത്തരും. ദൈവഹിതത്തോട് നാം പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ സത്യസന്ധമായ വേദന ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഈ ഗെത്സമനി പ്രാർത്ഥന ഓർമ്മിപ്പിക്കുക. ദുരിത സമയങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതമാണെങ്കിൽ, അത് മാറ്റപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനും ഗെത്സമനി അനുഭവം കടന്നുപോയേ പറ്റൂ. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, ഗെത്സമനി ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് സഹിക്കാൻ അപ്പുറമായി ഒന്നല്ല എന്ന് തിരിച്ചറിയുകയും ആ വേദനയിലൂടെയും ആ ദുരിതങ്ങളിലൂടെയും ആ കഷ്ടപ്പാടിലും നാം കടന്നു പോകണം. അപ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നമ്മെ അനുഗ്രഹിക്കുക എന്നത് ആ അവസ്ഥ അതൊന്ന് മാറ്റിക്കൊണ്ടല്ല, മറിച്ച് ഗെത്സമനിയിൽ യേശുവിനെ സഹായിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ മാലാഖമാരെ അയച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ഇതിലൂടെ കടന്നുപോയേ പറ്റൂ. ആ സമയത്ത് അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് പിതാവായ ദൈവത്തിന്
പദ്ധതിയുണ്ട്. തീർച്ചയായിട്ടും ഗെത്സമേൻ ആവർത്തിക്കപ്പെടുമ്പോൾ മാറ്റാനല്ല, അത് സഹിക്കുവാനും അതിലൂടെ കടന്നു പോകാനും കർത്താവെ അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. മറക്കരുത്, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, വേദനയുടെ എല്ലാം നിയോഗങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.